ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ നോക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസിലെ ചാപ്റ്റർ 1 ഇയർലി ഹ്യൂമൻ ലൈഫിലെ സ്റ്റഡി നോട്ട്സ് ആണ്. പാർട്ട് 1 ആണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞങ്ങളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫീച്ചേഴ്സ് ഓഫ് കേവ് പെയിൻറ്റിങ്. ആൻസർ താഴെ കൊടുത്തിരിക്കുന്നതാണ്. മോസ്റ്റ് ഓഫ് ദം ആർ പിക്ചേഴ്സ്, ഓൾസോ ഇൻക്ലൂഡിങ് പിക്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ഡിഫറെൻറ്റ് കളേഴ്സ് ഇൻ യൂസ്ഡ്. രണ്ടാമത്തത്, ഇൻഫർമേഷൻ അബൌട്ട് ദ ലൈഫ് ഓഫ് ദ ഇയർലി ക്യാൻ ബി ഒബ്റ്റെയിൻ ദിസ് പിക്ചർ. ആൻസർ താഴെ കൊടുത്തതാണ്. മൂന്നാമത്തതും, കേവ് പെയിൻറ്റിങ്സ് ആർ എ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഇയർലി ഹ്യൂമൻ ലൈഫ് സബ്സ്റ്റൻസ്. ഈ ലൈറ്റിൽ കൊടുത്തതാണ്. ആൻസർ എഴുതുക എന്ന് നോക്കിയിട്ട്. നാലാമത്തെ, ക്യാൻ ദ പാലിയോലിത്തിക് ഏജ് ബി ടേംഡ് ആസ് ദ ഓഫ് ഹണ്ടേഴ്സ്. വൈ? ഇതൊക്കെ സ്റ്റഡി നോട്ട്സ് ആണ്. എന്താണ് എക്സാമിന് വരുന്നതായിരിക്കും, എല്ലാവരും നോട്ടിൽ എഴുതിയെടുക്കുക. അഞ്ചാമത്തെ ചോദ്യം, there are several pieces of evidence technological advancement of early humans. ലിസ്റ്റ് ചെയ്ത ഇത് ചിലപ്പോൾ വരാൻ സാധ്യതയുള്ളൂ. ആറാമത്തെ, ദ ഫീൽഡ് ഇൻ വിച്ച് പാലിയോലിത്തിക് മാൻ അറ്റൈൻഡ് പ്രോഗ്രസ് അറ്റ് ലിസ്റ്റഡ് വിലോ. ഫൈൻഡ് ഔട്ട് ദ എക്സാമ്പിൾ വരാൻ സാധ്യതയുണ്ട്. ഇത് ഉറപ്പായി വരും. ഏഴാമത്തെ ചോദ്യം, പാലിയോലിത്തിക് സൈറ്റ്സ് ഇൻ ഇന്ത്യ. ഇത് ഉറപ്പായി വരെ എന്തായാലും പഠിച്ചു വെക്കേണ്ടതാണ്. നോട്ടിലും എഴുതി വയ്ക്കാം. എട്ടാമത്തെ ചോദ്യം, വൈ ഇസ് ദ മെസോലിത്തിക് ഏജ് കോൾഡ് ദ മൈക്രോലിത്തിക് ഏജ്. ഈ മൂന്ന് ഇത് പഠിച്ചാൽ മതി, എന്നാൽ ഈസിയാണ്. ഇത് ഈസിയുള്ള ക്വസ്റ്റ്യനാണ്, വരാൻ സാധ്യതയില്ല. ഒമ്പതാമത്തേത്, കുഡ് ഹാവ് ബീൻ ദ യൂസസ് ഓഫ് ദിസ് ടൂൾസ്. ഇതിൻ്റെ ഉത്തരം എഴുതിക്കാൻ ഈസിയാണ്. ഇത് വരാൻ സാധ്യത ഉണ്ടോ വെച്ചാലുണ്ട്. ഐഡൻറ്റിഫൈ ദ പ്രോഗ്രസ് ഇൻ ഹ്യൂമൻ ലൈഫ് ഡ്യൂറിങ് ദ മെസോലിത്തിക് ഏജ്. ഇതൊരുപാടുണ്ട്. നിങ്ങൾക്ക് അറിയുന്ന 2-3 പോയിൻറ്റ്സ് ഒന്ന് പഠിച്ചു വെക്കാം, നോട്ടിലേക്ക് എഴുതി വെക്കാം. പിന്നെ 11ാമത്തത്, എവിഡൻസ് ഓഫ് ഹ്യൂമൻ ലൈഫ് ഇൻ മെസോലിത്തിക് ഏജ്. ആൻസർ യൂറോപ്പ്, വെസ്റ്റ് ഏഷ്യ, ഇന്ത്യ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. ഇത്രയുള്ള ഞങ്ങളുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു.